സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് 5 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. ശേഷം അത് എണ്ണയിൽ പൊരിച്ചെടുക്കുക. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പില, മല്ലിച്ചപ്പ്, പച്ചമുളക് എന്നിവ നന്നായി വഴറ്റുക. അതിനുശേഷം കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി നന്നായി വഴന്നു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് തക്കാളി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. ആ നേരം കൊണ്ട് വറുത്ത് വന്ന സോയാബീൻ ഒന്ന് മാറ്റി വെക്കാം. ഏകദേശം വഴന്നു വന്ന മസാലയിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളൊക്കെ നന്നായിട്ട് വെന്ത് വന്ന് ആ മസാലയിൽ പിടിച്ചതിന് ശേഷം നമ്മൾ സോയാബീൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ബൈ.